എല്ലാവർക്കും നമ്മുടെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 37th ക്വസ്റ്റ്യൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഇനി നമ്മൾ 38th ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 38 പറഞ്ഞിരിക്കുന്നത് the current sensitivity of a galvanometer increases by 20% if its resistance also increased by 25%. The voltage sensitivity will ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ മെയിൻ കണ്ടീഷൻ എന്താണ് അവിടെ പറയുന്നത്? ആദ്യത്തെ കണ്ടീഷൻ NIAB is equal to C alpha. ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കയറുന്നില്ല. NIAB is equal to C alpha. Therefore current I is equal to C alpha divided by NAB. ആണ് ഫസ്റ്റ്. അപ്പോൾ വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്തായിരിക്കണം? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു IR, ദാറ്റ് ഈസ് ഈക്വൽ ടു C alpha divided by CR alpha divided by NAB. ഇതാണ് വോൾട്ടേജിനുള്ള ഇക്വേഷൻ. കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണ്? കറണ്ട് സെൻസിറ്റിവിറ്റി ഞാൻ തൽക്കാലം എക്സ് എന്ന് എടുക്കുന്നു. കറണ്ട് സെൻസിറ്റിവിറ്റി എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ C. ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഞാൻ Y എന്ന് എടുക്കുന്നു. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡിഫ്ലക്ഷൻ ഫോർ യൂണിറ്റ് വോൾട്ടേജ് ആൽഫ ഡിവൈഡഡ് ബൈ V, ദാറ്റ് ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ CR. അതിന്റെ അർത്ഥം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ R ആണ്. ഇത്രയും കറണ്ട് സെൻസിറ്റിവിറ്റി ആണ്. NAB ഡിവൈഡ് ബൈ C എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി ആണ്. Therefore it is voltage sensitivity കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ R. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. പുതിയ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എത്ര? Y dash is equal to current sensitivity increased by 20% means 1.2x divided by 20% means 0.2. Voltage resistance is increased by 25%, that is equal to 1.25 R. X by R എന്ന് പറയുന്നത് പഴയ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്, y ആണ്. That is it is equal to ഞാൻ ഇതിനെ മാറ്റി എഴുതുന്നു 120 divided by 125 y. That is it is equal to 24 divided by 25y. നമുക്ക് ഇതിനകത്തുണ്ടായ ചേഞ്ച് ആണ് കണ്ടുപോയി, പെർസെന്റേജ് ഇൻക്രീസ് ആണ്. That is it is equal to y dash minus y divided by y. That is it is equal to 24 divided by 25y minus y divided by y. That is it is equal to 24 divided by 25 minus 1. That is it is equal to minus 1 by 25. പെർസെന്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു minus 1 by 25 into 100, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു -4%. ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഡിക്രീസസ്. Therefore വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, അതായത് കറണ്ട് സെൻസിറ്റിവിറ്റി 20% കൂടുകയും പിന്നെ റെസിസ്റ്റൻസ് 25% കൂടുകയും ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡിക്രീസസ് ബൈ 4%. ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, therefore നമ്മുടെ ഇവിടെ ആൻസർ എന്തായിരിക്കണം? ഹിയർ ആൻസർ ഈസ് ഈക്വൽ ടു ഫോർത്ത് വൺ, ദാറ്റ് ഈസ് ഡിക്രീസസ് ബൈ 4%. ദാറ്റ് ഈസ് ആൻസർ ഈസ് 4. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചാൽ പോലെ മനസ്സിലാകണം. ദെൻ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതും ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. 3 infinitely long parallel straight conducting wires A, B and C are kept at equal distances from each other as shown in the figure. ഫിഗറിനകത്തെല്ലാം തന്നിട്ടുള്ളതാണ്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? The wire C experiences a net force F. ഈ കണ്ടീഷനിൽ C എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നെറ്റ് ഫോഴ്സ് F ആണെങ്കിൽ ഈ എയിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിനെ റിവേഴ്സ് ചെയ്താൽ സിക്ക് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റി അങ്ങോട്ടേക്ക് വെക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കുക, ആദ്യമേ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇഫ് ദ കറന്റ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ ദെൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് അട്രാക്റ്റീവ്. കറണ്ട് രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ ഫോഴ്സ് ഈസ് റിപ്പൾസീവ്. അത് ആദ്യമേ മനസ്സിലാക്കുക. ഇനി രണ്ട് കണ്ടക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇക്വേഷൻ അറിയുക.
ഫോഴ്സ് പെർ ഇത് ഫോഴ്സ് അല്ല, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു mu 0 I1 I2 ഡിവൈഡഡ് ബൈ 2 പൈ r. ഇതും മനസ്സിലിടുക. അപ്പോൾ ആദ്യമേ നോക്കുക, ഇവിടെ 3 കണ്ടക്ടേഴ്സിനെ വെച്ചിരിക്കുന്നു. ഈ 3 കണ്ടക്ടേഴ്സിനകത്തും കൂടി കടന്നു പോകുന്ന കറണ്ട് ഇതിനകത്തു കൂടി 2i, ഇതിനകത്തു കൂടി i, ഇതിനകത്തു കൂടി i. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r മാറും. ഇവന് കൊടുക്കുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇങ്ങോട്ടേക്ക് F1. ഈ കറണ്ടും ഈ കറണ്ട് ഒരേ ഡയറക്ഷനായിട്ട് അവൻ കൊടുക്കുന്ന ഫോഴ്സും അട്രാക്റ്റീവ് ആണ് F2. അപ്പോൾ ഇതിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? നെറ്റ് ഫോഴ്സ് F is equal to F1 plus F2. That is, it is equal to mu 0, ഈ ഇക്വേഷൻ ഓർക്കുക, mu 0 I1 I2, that is 2i into I divided by 2 pi into distance, total distance is equal to 2r. That is, it is equal to mu 0 I square divided by 2 pi r. ആണ് ഈ 2 ഉം കൂടെ ക്യാൻസൽ ആയി. ഇതാണ് നെറ്റ് ഫോഴ്സ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു. കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവൻ ദാ ഇങ്ങോട്ടേക്കായിട്ട് മാറും. കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ എന്ത് പറ്റും? F1ന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാവും. ഇപ്പോൾ ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? നെറ്റ് ഫോഴ്സ് F is equal to F1 minus F2. ബിക്കോസ് ദേ ആർ ഇൻ ദ ഞാൻ ഇവിടെ എഴുതിയപ്പോഴത്തേക്ക് തെറ്റിപ്പോയി. ഞാൻ ഒരു ഫോഴ്സ് മാത്രമേ F1 മാത്രമേ എഴുതിയുള്ളൂ, F2 എഴുതിയില്ല. ഇവന് കൊടുക്കുന്ന ഫോഴ്സ് എത്ര? F2 is equal to mu 0 I into I divided by 2 pi r. Therefore, here the force is equal to 2 into mu 0 I square divided by 2 pi r. That is equation number 1. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് F1 മൈനസ് F2. F1ന്റെ വാല്യൂ എത്രയാണ്? ഈ കിടക്കുന്നതാണ് F1, ഈ കിടക്കുന്നതാണ് F2. That is, it is equal to mu 0 into 2i into I divided by 2 pi into 2r minus mu 0 I into I divided by 2 pi r. ഇവന് കൊടുക്കുന്ന ഫോഴ്സ് F1, ഇവന് കൊടുക്കുന്ന ഫോഴ്സ് F2. നേരത്തെ രണ്ടും കൂടെ ഒരേ ഡയറക്ഷൻ, ഇപ്പൊ രണ്ടും ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. That is, the 2 cancel ആയിപ്പോയി. It is equal to mu 0 I square divided by 2 pi r minus mu 0 I square divided by 2 pi r. That is, answer is equal to 0. This is the answer. ഒന്നുമില്ല, ഇവന് കൊടുക്കുന്ന ഫോഴ്സും ഇവന് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആണ്. ആദ്യമേ രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ടുപേരും കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് mu 0 I square by 2 pi r പ്ലസ് mu 0 I square by 2 pi r. ദാറ്റ് ഈസ് 2 into mu 0 I square by 2 pi r. ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതോടുകൂടി നെറ്റ് ഫോഴ്സ് 0 ആയി പോകും. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിന്റെ ആൻസർ. ഇവിടെ ഓർക്കുക, ഫോഴ്സ് എന്ന് ചോദ്യമല്ല പറയുന്നെങ്കിലും ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. 40ാമത്തെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ എ ഹൈഡ്രജൻ ആറ്റം ദ ഇലക്ട്രോൺ മൂവ്സ് ഇൻ ആൻ ഓർബിറ്റ് ഓഫ് റേഡിയസ് 0.5 ആംസ്റ്റർ ഡിഗ്രി മേക്കിംഗ് 10 revolutions per second. The magnetic moment associated with the orbital motion of the electron will be. ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് അവസാനം ചെയ്യാം. ആദ്യമേ ഓർക്കേണ്ടത്, when an electron is revolving in a circular orbit of radius r. ഒരു ഇലക്ട്രോൺ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, അത് ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ചാർജ് ആയിട്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് ചാർജ് q ഈസ് മൂവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r വിത്ത് എ ഫ്രീക്വൻസി f എന്ന് പറയുകയാണെങ്കിൽ ഈ ഓർബിറ്റിൽ ഉണ്ടാകുന്ന കറണ്ടിനുള്ള ഇക്വേഷൻ F into E ആണ്. പഠിച്ചു വയ്ക്കണം. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വരേണ്ടതാണ്. ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവൻ പോണ വഴിയിലെല്ലാം കറണ്ട് ഉണ്ടാവും. അപ്പൊ ഒരു ന്യൂക്ലിയസിന് ചുറ്റുവേണ്ടി ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ആ ഓർബിറ്റിൽ ഉണ്ടാകുന്ന കറണ്ട് എത്ര? ഫ്രീക്വൻസി തരികയാണെങ്കിൽ കറണ്ട് I is equal to FE. അതല്ല, ടൈം പീരീഡ് തരികയാണെങ്കിൽ E/T. കാരണം F is equal to 1/T. ചിലപ്പോൾ ടൈം പീരീഡും തരത്തില്ല, ഫ്രീക്വൻസി തരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റിയും റേഡിയസും തരും. അപ്പോൾ ടൈം പീരീഡ് T is equal to 2 pi r divided by V. അങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ is equal to E/2 pi r divided by V.
അതായത് EV/2πr. ഇത് 3 കൊടുത്തിരിക്കണം. അപ്പൊ an electron is rotating orbiting with a frequency f, then current I is equal to Fe. ഇവിടെ അതാണ് നമുക്ക് ആവശ്യം. അതിന് ടൈം പീരീഡ് തരികയാണെങ്കിൽ E/t, വെലോസിറ്റിയും റേഡിയസും തരികയാണെങ്കിൽ it is equal to EV/2πr. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുകൂടി കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ this is equal to a current carrying circular loop. അപ്പോൾ അവന്റെ സെന്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്? ഒരു കറണ്ട് കാരിയും സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/2r. അവിടെ ഈ എഫും ഇയും തരികയാണെങ്കിൽ Fe എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു ആൻസർ കിട്ടും. അതല്ല E/t തരികയാണെങ്കിൽ അത് EV/2πr ആണ്. അത് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇപ്പൊ 2 കാര്യങ്ങളായി. ഒരു ന്യൂക്ലിയസ് ചുറ്റുമായിട്ട് ഒരു ഇലക്ട്രോൺ കറങ്ങുമ്പോൾ കറങ്ങുന്നിടത്തെല്ലാം കറണ്ട് ഉണ്ടാവും. കറണ്ടിന് 3 ഇക്വേഷൻ. ആ കറണ്ട് ഉണ്ടെങ്കിൽ അതിന് സെന്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും μ0I/2r. അവിടെ ഐയുടെ സ്ഥാനത്ത് ഇതോ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് രണ്ടുമല്ല. ഇവന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്ര? മാഗ്നറ്റിക് മൊമെന്റിനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു I × A. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NIA. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഈസ് ഈക്വൽ IA. ഐയുടെ സ്ഥാനത്ത് Fe സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, E/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, EV/2π. ഇവിടെ Fe ആണ്, ഫ്രീക്വൻസി ആണ് തന്നിരിക്കുക. Therefore here it is equal to Fe into πr². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, കറക്റ്റ് ആൻസർ കിട്ടും. നമ്മള് EV/2πr വെച്ച് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നുണ്ട്, ഓർക്കുക. അതായത് മാഗ്നറ്റിക് മൊമെന്റ് M is equal to EV/2πr into πr². ഒരു πr ക്യാൻസൽ ആയിട്ട് EVr/2 ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. EVr/2. എന്നിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു M കൊണ്ട്, ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. MVr എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റമാണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതും E/2m × L. എന്നിട്ട് നമ്മൾ വീണ്ടും പറയും അക്കോർഡിംഗ് ടു ബോർ തിയറി ആംഗുലാർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. Therefore magnetic moment M is equal to E/2m into h/2π. അവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ NH/2π, അവിടെ നിന്ന് ഇക്വേഷൻ കിട്ടി N into EH/4πm. ഈ EH/4πm നമ്മൾ പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. ബോർ തിയറി വെച്ചുകൊണ്ട് ഹൈഡ്രജന് ഒരു ഓർബിറ്റേ ഉള്ളൂ. ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺസിന്റെ മാഗ്നറ്റിക് മൊമെന്റിന് നമ്മൾ ഈ പറഞ്ഞ മാഗ്നറ്റിക് മൊമെന്റിന് പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.27 × 10⁻⁻24 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ഇത് പഠിച്ചു വെച്ചേക്കണം. ബോർ മാഗ്നറ്റോൺ എന്താണെന്നൊക്കെ ചോദിക്കാം. മാഗ്നറ്റിക് മൊമെന്റ് ചോദിച്ചതുകൊണ്ട് വാട്ട് ഈസ് ബോർ മാഗ്നറ്റോൺ? ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. അവിടെ വീണ്ടും ഞാൻ ഒരു കാര്യം പറയുന്നത്, ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ പഠിക്കാതിരിക്കരുത്. M/L നമ്മൾ പറയുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ, ദാറ്റ് ഈസ് E/2m. അതും മറന്നു കളയരുത്. മാഗ്നറ്റിക് മൊമെന്റ് ഡിവൈഡ് ബൈ ആംഗുലാർ മൊമെന്റം ഈസ് കാൾഡ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. അതും ഇതുമായി ഇത്രയും ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം എൻട്രൻസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ തപ്പിക്കളിക്കാതെ പെട്ടെന്ന് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഓക്കെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41 കിടക്കുന്നു. അടുത്ത എന്താണ് 41st ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ആൻ എയർ കോഡ് സോളിനോയിഡ് വിത്ത് ലെങ്ത് 30 സെന്റിമീറ്റർ, ഏരിയ ക്രോസ് സെക്ഷൻ 25 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് നമ്പർ ഓഫ് ടേൺസ് 80. അപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ എഴുതുന്നു. ആൻ എയർ കോഡ് സോളിനോയിഡ് ഓഫ് ലെങ്ത് L is equal to 30 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 30 × 10⁻². മീറ്ററിലേക്ക് മാറ്റി. Area cross section is equal to 25 centimeter square. That is area cross section is equal to 25 × 10⁻⁴ meter square. Then the number of turns, total number of turns, N is equal to 800 number of turns. Carries a current of 2.5 ampere. That is current I is equal to 2.5 ampere. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? The current is suddenly switched off in a brief time തന്നിട്ടുണ്ട് 10⁻³ seconds. എന്നിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു? Ignoring the variation of the magnetic field near the ends of the solenoid, the average back EMF induced across the ends of the open switch of the circuit would be. സംഭവം ഇതെന്താണെന്ന് അറിയാമോ? നമ്മളൊരു സോളിനോയിഡ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്.
ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ത്രൂ എ സ്വിച്ച്. ഇപ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്തൂടി ഒരു കറണ്ട് കടന്നു പോകുന്നു. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിനകത്തൂടി തന്നെ കടന്നു പോകുന്നു. അപ്പോൾ എന്ത് പറ്റും? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്താണ്? μ0 ni. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 ni, where n is the number of turns per unit length. ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണ്, ലെങ്ത് L ആണ്. അപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ L. ഒരു കോയിലിനകത്തുകൂടി കടന്നു പോകുന്ന ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു BA. അപ്പോൾ n നമ്പർ ഓഫ് ടേൺസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് എത്രയാകണം? NBA. ഇപ്പോൾ കടന്നു പോകുന്ന ഫ്ലക്സ് ഈസ് ഈക്വൽ ടു NBA. ദാറ്റ് ഈസ് ഇനിഷ്യൽ ഫ്ലക്സ് φ ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു NBA, that is n into B യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0 NIA. That is, it is equal to μ0 NIA. കറണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഫൈനൽ ഫ്ലക്സ് ഫൈനൽ ഈസ് ഈക്വൽ ടു 0. When the switch is open, current gradually decreases, magnetic field decreases, flux decreases. ഇതിനടുത്ത ടൈം എത്രയാണ്? 10⁻⁻3. Therefore, what is the induced EMF? Induced EMF is equal to minus change in d phi divided by dt. d phi divided by dt. That is equal to minus final flux minus initial flux divided by time. That is equal to minus of 0 minus μ0 NIA divided by T. That is, it is equal to μ0 NIA divided by T. This is the answer. ബാക്കി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0യുടെ വാല്യൂ നമുക്ക് 4π×10⁻⁷. n തന്നിട്ടുണ്ട് 800. സ്മാൾ n-ന്റെ വാല്യൂ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് n/L. കറണ്ട് I, ഏരിയ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 16.74 വോൾട്ട് എന്നായിരിക്കും. ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്ത സമയം കളയുന്നില്ല, നമുക്ക് ചെയ്യാറുള്ള വഴികളെല്ലാം പറഞ്ഞു. അപ്പൊ ഇനിഷ്യൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിച്ചു, ഫൈനൽ ഫ്ലക്സ് 0. Therefore, change in flux by time is called induced EMF. Okay. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 40 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ 42nd ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തെ ഈ സെഷന്റെ ടൈം ഏകദേശം തീരും. 42nd ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് a sinusoidal voltage of peak value 283 volt and frequency 50 Hz is applied to a series LCR circuit in which R is equal to 3 ohm, L is equal to 25.48 millihenry and C is equal to 796 microfarad. Then the power dissipated at the resonant condition. That is very important. Resonant condition കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഒരു LCR സർക്യൂട്ട് നമ്മൾ എടുത്താൽ LCR, അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. LCR സർക്യൂട്ട് നമ്മൾ എടുത്ത് കണക്ട് ചെയ്താൽ റെസണൻസിൽ ഇവന്റെ വോൾട്ടേജ് കംപ്ലീറ്റ്, ഈ വോൾട്ടേജ് കംപ്ലീറ്റ് ഇവന് കിട്ടും. ഇവർക്ക് കിട്ടുന്ന വോൾട്ടേജ് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോകും. അതായത് ഇവന്റെ വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ 100 ആണെന്ന് കരുതുക. റെസണൻസിൽ ഇവന്റെ വോൾട്ടേജ് 100 ആയിരിക്കും, ഇവന്റെ ചിലപ്പോൾ 150 ആണെങ്കിൽ ഇതും 150 ആയിരിക്കും. അങ്ങനെ പലപ്പോഴും മാറ്റിയും തിരിച്ചും ക്വസ്റ്റ്യൻസ് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയാമോ? അത് ശ്രദ്ധിച്ചു നോക്കുക. ചിലപ്പോൾ തരുന്നത് ഇങ്ങനെയായിരിക്കും, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ 150 ഇത് 100. വാട്ട് ഈസ് എ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എത്ര? അപ്പോൾ നമ്മൾ ആലോചിച്ചോണം, ഇവന്റേത് 150 ഇവന്റേത് 150 ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈക്വൽ ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആണ്. റെസണൻസിൽ ഇവന്റെ വോൾട്ടേജ് കംപ്ലീറ്റ് ഇവന് കിട്ടും. ചിലപ്പോൾ അങ്ങനെ തരില്ല, ചിലപ്പോൾ തരുന്നത് ഇങ്ങനെയായിരിക്കും തരിക, ഇവിടെ 100. എന്നിട്ട് ചോദിക്കുന്നതായിരിക്കും വാട്ട് ഈസ് എ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ. ഈ വോൾട്ടേജ് കംപ്ലീറ്റ് ഇവന് കിട്ടണമെങ്കിൽ റെസണൻസ് ആയിരിക്കണം. റെസണൻസിൽ ഇത് 150യും ഇത് 150യും ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കാം. അപ്പൊ ഈ റെസണൻസിൽ ഈ വോൾട്ടേജ് ചിലപ്പോൾ ഇങ്ങനെ തരും, ഇത് 150, വാട്ട് ഈസ് അപ്ലൈഡ് വോൾട്ടേജ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോഴും നമ്മൾ ആലോചിക്കുക, ഇത് 150 ക്യാൻസൽ ആവും, ഈ 100 കംപ്ലീറ്റ് അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ റെസണൻസിൽ ഇവന് കിട്ടുന്ന ഇവിടത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കംപ്ലീറ്റ് ഇവന് കിട്ടും. പിന്നെയും ഓർക്കുക, റെസിസ്റ്റൻസ് മാത്രമേ പവർ ഉണ്ടാക്കൂ. അതുകൊണ്ട് നമുക്ക് പറയാം
റെസണൻസിൽ പവർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന് കിട്ടുന്ന വോൾട്ട് VR² അല്ലെങ്കിൽ VRMS ERMS സ്ക്വയർ ഡിവൈഡഡ് ബൈ R. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ERMS സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് വരെ. പോയോ? That is it is equal to ERMS square divided by R. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പീക്ക് വാല്യൂ എത്രയാണ്? 283. അപ്പോൾ ERMS എന്ന് പറയുന്നത് 283 ഡിവൈഡഡ് ബൈ √2 the whole square divided by 3. വേറെ ഒന്നും വേണ്ട. ഈ തന്നിരിക്കുന്ന ഇൻഡക്ടർ, കപ്പാസിറ്റർ എല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. That is it is equal to 283 into 283 divided by 2 into 3. എത്ര വരുമോ അത്രയും. അതാണ് അതിന്റെ ആൻസർ. അതിന്റെ ആൻസർ ഇവിടെ പറഞ്ഞ തേർഡ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 13.35 കിലോവാട്ട്സ്. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം, റെസണൻസിൽ അപ്ലൈഡ് വോൾട്ടേജ് കംപ്ലീറ്റ് ഇവന് കിട്ടും. പിന്നെ ഓർക്കേണ്ട നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് റെസിസ്റ്റൻസ് മാത്രമേ പവർ ഉണ്ടാക്കൂ. ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും പവർ ഉണ്ടാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്യൂട്ട് എടുക്കുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടുകളിൽ മാത്രമേ പവർ ഉണ്ടാവൂ. വേറെ ഒരു സർക്യൂട്ട്, കാരണം പവർ ഉണ്ടാക്കാനുള്ള കഴിവ് റെസിസ്റ്റൻസിന് മാത്രമേ ഉള്ളൂ. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ പവർ 0, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ പവർ 0, ഇൻഡക്ടറും കപ്പാസിറ്ററും ഉള്ള സർക്യൂട്ടിലും പവർ 0. പവർ വരുന്നത് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിലാണ്. അപ്പൊ പവർ ഉണ്ടാക്കുന്നതാരാണ്? റെസിസ്റ്റൻസ്. അപ്പോൾ ഇവന് കിട്ടുന്ന വോൾട്ടേജ് അറിയാം, അല്ലെങ്കിൽ കറണ്ട് അറിയാമെങ്കിൽ IRMS സ്ക്വയർ ഇൻറ്റു R എടുത്താൽ പവർ കിട്ടും, അല്ലെങ്കിൽ VRMS സ്ക്വയർ ബൈ R എടുത്താൽ പവർ കിട്ടും. അത് റെസിസ്റ്റൻസിന് കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കണം, ഈ വോൾട്ടേജ് അല്ല. റെസണൻസിൽ ഈ വോൾട്ടേജ് തന്നെ ഇവന് കിട്ടും. അതുകൊണ്ടാണ് അത് എഴുതിയത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുന്നു. വീണ്ടും നമ്മൾ ഇടയ്ക്കൊന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ളതായതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇത് നിങ്ങളുടെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.